ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കട്ട് ഓഫ് പ്ലസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം LDCയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ പല ജില്ലകളിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നവരുടെ മാർക്കുകൾ, ലാസ്റ്റ് വന്ന മാർക്കുകൾ നോക്കിയിട്ട് ഏകദേശം ഒരു റേഞ്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ സമയത്താണ് LDCയുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ 2018ലെയും 2022ലെയും ഏകദേശം ഡാറ്റകൾ നമ്മൾ ശേഖരിച്ചിട്ട് ഒരു ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. 2018ലെയും 22ലെയും കട്ട് ഓഫ് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ കട്ട് ഓഫിനെ കുറിച്ചാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് അല്ലെങ്കിൽ LDCയുടെ ലിസ്റ്റിന് എത്രയായിരിക്കും കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം 2018 എക്സാം നടന്നത് പല ജില്ലകൾക്കും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. ചില മീൻസ് 2-3 ജില്ലകൾ ചേർത്തിട്ടായിരുന്നു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2022 ഒരു കോമൺ എക്സാം ആയിരുന്നു. 14 ജില്ലകളിലേക്കും നടന്ന മെയിൻ എക്സാമിനേഷൻ ഒറ്റ എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന കട്ട് ഓഫ് നമുക്കറിയാം. ഏകദേശം 48 ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കുറവ് വന്നത്. 48.67 മുതൽ കണ്ണൂർ ജില്ലയിൽ 55.33 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് നിന്നത്. അത് ഒറ്റ എക്സാം ആയിരുന്നു. പക്ഷെ 2018 പല ജില്ലകൾക്കും പലതായിരുന്നുകൊണ്ട് തന്നെ ഏകദേശം 76, തിരുവനന്തപുരത്തിന് 76.33 കട്ട് ഓഫ് വന്നു. അതേസമയത്ത് പത്തനംതിട്ടക്ക് 48.33. അത് പല നമുക്കറിയാം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് 2-3 ജില്ലകൾ ഒരുമിച്ച് നടത്തിയ എക്സാംസ് ആയിരുന്നു. അതാണ് അതിന്റെ കാര്യം. അപ്പോൾ കട്ട് ഓഫ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. 2018 എത്രയാണ്, 2022 വന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത് പല റേഞ്ചസും ഉണ്ട്. 2022 കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ 48.67 ഏറ്റവും കുറവ് വന്നത്. കണ്ണൂരാണെങ്കിൽ 55.33 ഏറ്റവും ഹയർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ മെയിൻ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം 2022 1441. തിരുവനന്തപുരത്ത്, കൊല്ലത്ത് 809, പത്തനംതിട്ടയിൽ 571, ആലപ്പുഴയിൽ 707, കോട്ടയത്ത് 845, ഇടുക്കിയിൽ 587, എറണാകുളത്ത് 1186, തൃശ്ശൂർ 1039, പാലക്കാട് 961, മലപ്പുറത്ത് 997, കോഴിക്കോട് 987, വയനാട് 372, കണ്ണൂർ 960, കാസർഗോഡ് 530. അപ്പൊ ഈ മെയിൻ ലിസ്റ്റ് ആൾക്കാരുടെ എണ്ണം വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പോയ അഡ്വൈസുകളുടെ ടോട്ടൽ അഡ്വൈസുകളുടെ ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2022 മെയിൻ ലിസ്റ്റ് 530 ആൾക്കാരാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. പക്ഷെ ആ 2018 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് ഉണ്ടായിരുന്ന 533 പേരായിരുന്നു. അപ്പൊ 533 ടോട്ടൽ അഡ്വൈസ് വന്ന അവിടെ മെയിൻ ലിസ്റ്റിൽ 530 ആൾക്കാരെ PSC ഉൾപ്പെടുത്തിയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അഡ്വൈസ് 2022 പോയത് 1012 അഡ്വൈസുകൾ തിരുവനന്തപുരത്ത് പോയി. നിലവിൽ 1012 അഡ്വൈസ് പോയി. ടോട്ടൽ അഡ്വൈസ് ആണ് ഈ പറയുന്നത്, റിസർവേഷൻ കാറ്റഗറി അടക്കം. കൊല്ലത്ത് 670 പോയി, പത്തനംതിട്ടയിൽ 516 പോയി, ആലപ്പുഴയിൽ 586, കോട്ടയത്ത് 610, ഇടുക്കിയിൽ 471, എറണാകുളത്ത് 435, തൃശ്ശൂർ 765, പാലക്കാട് 717, മലപ്പുറത്ത് 792, കോഴിക്കോട് 747, വയനാട് 322, കണ്ണൂർ 734, കാസർഗോഡ് 297. ഇത്രയും അഡ്വൈസുകളാണ് നിലവിൽ റിസർവേഷൻ കാറ്റഗറി അടക്കം പോയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഓപ്പൺ കാറ്റഗറിയിൽ എത്ര റാങ്കുകൾ വരെ പോയി എന്നുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് 645 റാങ്ക് വരെയുള്ള അഡ്വൈസ് ആയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ. കൊല്ലത്ത് ആ ഒരു ഡാറ്റ ഇപ്പോൾ നമുക്ക് PSC വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആവുന്നില്ല. പത്തനംതിട്ടയിൽ 310, ആലപ്പുഴയിൽ 371, കോട്ടയത്ത് 402, ഇടുക്കിയിൽ 335, എറണാകുളം 639, തൃശ്ശൂർ 516, പാലക്കാട് 458, മലപ്പുറം 535, കോഴിക്കോട് 495, വയനാട് 205, കണ്ണൂർ 513, കാസർഗോഡ് 186. അപ്പൊ ഏറ്റവും കുറവായിട്ട് കാസർഗോഡും ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ തിരുവനന്തപുരമാണ് ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരത്ത് 645 ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് വരെ അഡ്വൈസ് പോയി. കാസർഗോഡ് 186 മാത്രമേ നിലവിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ അതിന്റെ അപ്പുറത്ത് കാണുന്ന 297 എന്താണ് കാസർഗോഡിന്റെ? അത് ടോട്ടൽ അഡ്വൈസ് ആണ്. റിസർവേഷൻ കാറ്റഗറി അടക്കം പോയിരിക്കുന്ന ടോട്ടൽ അഡ്വൈസ് ആണ്. 186 എന്നത് OC ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 1012 എന്ന് പറയുന്നത് ടോട്ടൽ അഡ്വൈസ് ആണ്. 645 എന്ന് പറഞ്ഞാൽ അവസാനമായി പോയിരിക്കുന്ന ഓപ്പൺ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഇനി ഈ ഒരു ലിസ്റ്റിന് ഏകദേശം 6 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു കുറച്ചൊരു ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഡ്വൈസുകൾ പോകാനുള്ള ഒരു ചാൻസ് ഈ ഒരു ലിസ്റ്റിനുണ്ട്. അപ്പൊ എങ്കിലും കഴിഞ്ഞ തവണത്തിന്റെ അത്ര ലിസ്റ്റുകൾ എത്തുമോ എന്നതിൽ ഇപ്പോഴും ഡൗട്ട് തന്നെയാണ്. കഴിഞ്ഞ തവണയൊക്കെ തിരുവനന്തപുരം ഒക്കെ 1000 കഴിഞ്ഞതായിരുന്നു OC റേഞ്ചിൽ നിന്ന് വരുന്നത്. അത് ഇത്തവണ എത്തുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. അതുപോലെ തന്നെ കാസർഗോഡും കഴിഞ്ഞ തവണ 345ഓളം 343ഓളം OC റാങ്ക് എത്തിയതായിരുന്നു. അപ്പൊ ഇത്തവണ 186 നിൽക്കുന്നത്. 6 മാസമാണ് ഇനി കാലാവധി ലിസ്റ്റിന് ബാക്കിയുള്ളത്. അപ്പൊ നിലവിൽ ഇങ്ങനെയാണ് LDCയുടെ ഒരു ഏകദേശ അവസ്ഥ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയാണോ ആൾക്കാരെ ഉൾപ്പെടുത്തുന്നത് അതനുസരിച്ചായിരിക്കും അതിന്റെ കട്ട് ഓഫ് ഏരിയ എന്നുള്ള നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ നടക്കുന്ന LDC ലിസ്റ്റിന്റെ ഒരു ഏകദേശ ടോട്ടൽ അഡ്വൈസിന്റെ എണ്ണമായിരിക്കാം ഇനി വരുന്ന മെയിൻ ലിസ്റ്റ് ആൾക്കാരുടെ
2025 LDCയുടെ എണ്ണം എന്നാണ് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു PSC ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തവണ ഏകദേശം ആ റേഞ്ചിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി അത്രയും മാസങ്ങളുള്ളൂ. ഏകദേശം ഓഗസ്റ്റ് 1 തീയതിയോടുകൂടി LDCയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും നമ്മൾ വിചാരിക്കുന്നു. ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എന്തായാലും ഇന്നലെ കോട്ടയത്തിന്റെ LDC മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വരും ആഴ്ചകളിലും എല്ലാ ജില്ലയോടും കംപ്ലീറ്റ് ആവും നമ്മൾ വിചാരിക്കുന്നു. ഏകദേശം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനോടൊക്കെ ഓഗസ്റ്റ് മാസത്തോടെ കംപ്ലീറ്റ് ചെയ്യാവുകയും ഓഗസ്റ്റ് 1 തന്നെ ലിസ്റ്റ് വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു LDC എക്സാം നോക്കി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതിന്റെ ഞാൻ PDF ഇടാം. അപ്പൊ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക്